ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അങ്ങൊരു വാക്കരളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ ശതാധിപനെ പോലെ കർത്താവെ, ഞങ്ങളിത് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങൊരു വാക്കരളി ചെയ്താൽ മതി, ഞങ്ങൾ സുഖം പ്രാപിക്കും. അങ്ങയുടെ വചനത്തിന് അങ്ങയുടെ സാന്നിധ്യം പോലെ തന്നെ ശക്തിയുണ്ടല്ലോ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ വചനവും ഒന്നാണല്ലോ. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ 100% ഞങ്ങളിൽ ഫലമുളവാക്കുവാൻ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തി, ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തി അങ്ങ് ശക്തി പകരണമേ. വചനത്തിന് ഉപാസകയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ക്ഷമ ചോദിച്ച, ക്ഷമ കൊടുത്ത പാപ്പ എന്ന പേരിലാണ്. ക്രിസ്തുവർഷം 2000 ആണ്ടിൽ മഹാജൂബിലി വർഷത്തിൽ കത്തോലിക്ക സഭ ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും, ഇൻക്വിസിഷനും മതദ്രോഹ വിചാരണകളും കുരിശുയുദ്ധങ്ങളുമൊക്കെ ഉൾപ്പെടെ സഭ ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും ലോകത്തോട് മുഴുവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മാർപ്പാപ്പ നടത്തിയ മാപ്പപേക്ഷ ലോകം മുഴുവൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ആ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. 1981 മെയ് മാസം 3-ാം തീയതി സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യവേ, ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു തുർക്കി യുവാവ് ഒളിപ്പിച്ചു വച്ചിരുന്ന തോക്കെടുത്ത് മാർപ്പാപ്പയ്ക്ക് നേരെ നിറയൊഴിക്കുകയുണ്ടായി. വെടിയുണ്ടകളേറ്റ മാർപ്പാപ്പ തൽക്ഷണം പാപ്പ മൊബൈലിൽ നിന്ന് അവശനായി തളർന്ന് താഴെ വീണു. മാർപ്പാപ്പയെ ഉടനടി സെക്യൂരിറ്റി ഗാർഡ്സ് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അങ്ങനെ മാർപ്പാപ്പയുടെ ശരീരത്തിൽ നിന്ന് തുളച്ചു കയറിയ എല്ലാ വെടിയുണ്ടകളും പുറത്തെടുത്തു. മാർപ്പാപ്പയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. മാർപ്പാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ ഉടനെ മാർപ്പാപ്പ പ്രകടിപ്പിച്ച ആദ്യത്തെ ആഗ്രഹം ഇതായിരുന്നു: എൻ്റെ നേർക്ക് നിറയൊഴിച്ച ആ ചെറുപ്പക്കാരനെ ജയിലിൽ ചെന്ന് കണ്ട് അവനുമായി സംസാരിക്കണം. പക്ഷേ ഇറ്റാലിയൻ ഗവൺമെൻറ് സുരക്ഷാ കാരണങ്ങളാൽ മാർപ്പാപ്പയ്ക്ക് അതിനുള്ള അനുവാദം അപ്പോൾ കൊടുത്തില്ല. പിന്നീട് വർഷങ്ങളോളം മാർപ്പാപ്പയ്ക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് മാർപ്പാപ്പ ഈ ചെറുപ്പക്കാരനെ ജയിലിൽ ചെന്ന് കാണാനിടവരുന്നത്. മാർപ്പാപ്പ ജയിലിൽ ചെന്ന് ഈ ചെറുപ്പക്കാരനുമായി കണ്ടുമുട്ടി അവർ തമ്മിൽ നടത്തിയ സംഭാഷണം വത്തിക്കാൻ പുറത്തുവിട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. മാർപ്പാപ്പ ജയിലിൽ ചെന്ന് ആ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി അവനോട് പറഞ്ഞു: മോനെ, നീ എൻ്റെ നേർക്ക് വെടിയുതിർത്തപ്പോൾ, നിറയൊഴിച്ചപ്പോൾ 5 വെടിയുണ്ടകളാണ് എൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയത്. വൈദ്യശാസ്ത്രം അത് അത്ഭുതകരമായ രീതിയിൽ, അസാധ്യകരമായ രീതിയിൽ അത് പുറത്തെടുത്തു. എന്നാൽ എൻ്റെ ശരീരത്തിലെ മുറിവ് ഉണങ്ങിയിരുന്നെങ്കിലും ഹൃദയത്തിലെ മുറിവ് ഉണങ്ങിയിരുന്നില്ല. അതിൻ്റെ മരുന്നന്വേഷിച്ച് ഞാൻ ഇക്കാലം അത്രയും നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ മരുന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. മോനെ, നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു. നിന്നോട് ക്ഷമിക്കാൻ നീ എന്നെ അനുവദിക്കൂ എന്ന് പറഞ്ഞ് മാർപ്പാപ്പ ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയുണ്ടായി. മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് ടൈം മാഗസിൻ മാർപ്പാപ്പയെ അനുസ്മരിക്കാൻ വേണ്ടി മാറ്റിവെച്ച ആ ലക്കത്തിൽ കവർ ചിത്രമായി കൊടുത്തിരുന്നത് ഈ ഒരു ചിത്രമാണ്.
മാർപ്പാപ്പ ജയിലിൽ ചെന്ന് ഈ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്ന ചിത്രമാണ് കവർ ചിത്രമായി കൊടുത്തിരുന്നത്. അതിനടിയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ദ എപ്പോക്ക് മേക്കിംഗ് പോപ്പ്, ഈ യുഗം മെനഞ്ഞ, ഈ നൂറ്റാണ്ട് മെനഞ്ഞ പാപ്പ. മാർപ്പാപ്പയുടെ ആ പ്രതികരണത്തിന് ലോകം ശ്രദ്ധ കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മനുഷ്യർ ശ്രദ്ധിക്കുന്നത്, ദൈവമക്കളെ ശ്രദ്ധിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയല്ല, അവരുടെ പ്രതികരണത്തിലൂടെയാണ്. ലോകം ശ്രദ്ധിക്കുന്നത്, ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആക്ഷൻസ് അല്ല, നമ്മുടെ റിയാക്ഷൻസ് ആണ്. കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ കർത്താവെടുത്ത റിയാക്ഷൻസ് ആണ്, അവൻ്റെ പ്രതികരണമാണ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. കൊല്ലാൻ കൊണ്ടുവന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിലകൊണ്ടു, ശാന്തമായി നിലകൊണ്ടു. ആരോടും പരിഭവം പറഞ്ഞില്ല, ആർക്കെതിരെയും ആക്രോശങ്ങൾ ഉയർത്തിയില്ല. യേശുവിൻ്റെ മൗനം ശ്രദ്ധിക്കപ്പെട്ടു, യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കപ്പെട്ടു. ദൈവം ശ്രദ്ധിക്കുന്നത്, ലോകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആക്ഷൻസ് അല്ല, നമ്മുടെ റിയാക്ഷൻസ് ആണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44 തിരുവചനങ്ങൾ ഈശോ മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിത്തീരും. ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി, മകളായി മാറുന്നത് എങ്ങനെയാണെന്ന് ഈശോ മലയിലെ പ്രസംഗത്തിലൂടെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേരുന്നത് അവൻ്റെ പ്രവൃത്തിയിലൂടെയല്ല, അവൻ്റെ പ്രതികരണത്തിലൂടെയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമുക്കൊരു പ്രതികരണ രീതി സമ്മാനിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മകനായിത്തീരുവിൻ, മകളായിത്തീരുവിൻ എന്ന് ഈശോ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിയാക്ഷനുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ നൽകിയവരെ, നമ്മുടെ ജീവിതത്തിലെ വിപരീത സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദന സമ്മാനിച്ചവരോടുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്താഗതി എന്താണ്? അവരോട് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളുടെ, സാഹചര്യങ്ങളുടെ മധ്യേ നിലകൊള്ളുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞാൽ ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്കും വേദനകൾക്കും കാരണക്കാരായി തീർന്നവരോടുള്ള നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മളെങ്ങനെ പ്രതികരിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു തന്നു. കുരിശിൽ ഈശോയാണ് നമുക്കതിനുള്ള ഏറ്റവും നല്ല മാതൃക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ച ആ പ്രതികരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ഞാൻ കാണുന്നത് കുരിശിലെ ഈശോയിൽ 3 പ്രതികരണങ്ങളാണ് കണ്ടെത്തുന്നത്. ഒന്നാമത്തെ പ്രതികരണം ഇതാണ്: ഈശോ തന്നെ വേദനിപ്പിച്ചവരെ നീതീകരിച്ചു, ന്യായീകരിച്ചു, അവരെ രക്ഷിച്ചു. നീതീകരിച്ച് രക്ഷിക്കുക എന്നുള്ള ഒരു ദൈവ സ്വഭാവം ഈശോ കുരിശിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. നമുക്കറിയാം, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ദുഃഖം നൽകിയവർ അതേ വേദനയിലൂടെ കടന്നു പോകണം. ഇതാണ് ലോകത്തിൻ്റെ നീതി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ അതേ വേദനയിലൂടെ ആ വ്യക്തി കടന്നു പോകണം. ഇത് ലോകത്തിൻ്റെ നീതി. എന്നാൽ ദൈവനീതി മറ്റൊന്നാണ്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണമെങ്കിൽ അവരെ നീതീകരിക്കണം, നീതീകരിച്ച് ന്യായീകരിച്ച് അവരെ രക്ഷിക്കണം. ഇതാണ് ദൈവനീതി. കുറ്റം ചെയ്തവരെ, ശിക്ഷ നടപ്പാക്കിയവരെ നമ്മൾ നീതീകരിക്കുന്നില്ല എങ്കിൽ അവരിപ്പോഴും കുറ്റവാളികളാണ്. അവരെ നമ്മൾ നീതീകരിക്കുന്നില്ലെങ്കിൽ, ജസ്റ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവരിപ്പോഴും തെറ്റുകാരാണ്.
തെറ്റുകാരല്ലാതാക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: അവരെ നമ്മൾ ന്യായീകരിക്കേണ്ടിയിരിക്കുന്നു, അവരെ നമ്മൾ നീതീകരിക്കേണ്ടിയിരിക്കുന്നു. ഈശോ തന്നെ മുറിവേൽപ്പിച്ചവരെ നീതീകരിക്കുന്ന വലിയൊരു രംഗം കുരിശിൽ നമ്മൾ കാണുന്നുണ്ട്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. എങ്ങനെയാണ്? അവരുടെ അജ്ഞതയെ മറയാക്കിക്കൊണ്ട് ദൈവപിതാവിൻ്റെ മുമ്പിൽ ഈശോ അവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഈശോ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് നീ ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരറിയാത്തത് കൊണ്ടാണ്, ദൈവത്തെ അറിയാത്തത് കൊണ്ട്, ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇവരോട് അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈശോ അവരെ നീതീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രതികരണ രീതിയാണ് വേദനിപ്പിച്ചവരെ നീതീകരിക്കുന്ന, അങ്ങനെ രക്ഷിച്ചെടുക്കുന്ന ഒരു പ്രതികരണ ശൈലി. ക്ഷമ എന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് നീതീകരിക്കുക എന്നുള്ളതാണ്, ന്യായീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമുക്ക് നൽകിയ വേദനകളുടെ, തിക്താനുഭവങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, മറ്റുള്ളവർ നമ്മളോട് കാണിച്ച തെറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മതിയായൊരു കാരണം കണ്ടെത്തി അവരെ മോചിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ക്ഷമ എന്നുള്ളത്. ജീവിതത്തിൽ വേദനിപ്പിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വേദനിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട്. അവരുടെ മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. അവരോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ്? അവർ ഒരു മതിയായ ഒരു കാരണം നീ കണ്ടെത്തുക. നിന്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങൾക്ക്, തിക്താനുഭവങ്ങൾക്ക് പിന്നിൽ ഒരു മതിയായ കാരണം നീ കണ്ടെത്തുക. ആ സഹനാനുഭവങ്ങൾക്കും അത് നൽകിയവർക്കും പിന്നിൽ ഒരു കാരണം കണ്ടെത്തിക്കൊണ്ട് നീ അവരെ മോചിപ്പിക്കുക, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ മോചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫ് പുതിയ നിയമ ജനതയ്ക്കൊരു പാഠമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സഹന നാളുകൾക്കൊടുവിൽ ഈജിപ്തിലെ അധികാര പദവിയിലെത്തിയ ജോസഫിൻ്റെ അടുക്കൽ അവൻ്റെ കാരുണ്യം തേടി, അവൻ്റെ കാരുണ്യം യാചിച്ചെത്തുന്ന സഹോദരങ്ങളോട് അവൻ കാണിക്കുന്ന നിലപാടെന്താണ്? നമ്മളവിടെ കാണുന്നുണ്ട്, അവൻ ഉറക്കെ കരയുകയാണ്. അവൻ ഉറക്കെ കരഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കരയിപ്പിക്കേണ്ടവൻ സ്വയം കരയുന്നതാണ്. അവരാരും കാണാതെ സ്വയം കരഞ്ഞ് അവർ രക്ഷിച്ചെടുക്കുന്നതാണ് ക്ഷമയെന്നുള്ളത്. മറ്റുള്ളവരെ വിധിച്ച് ശിക്ഷ നടപ്പാക്കേണ്ടവൻ അവരെ ധൈര്യപ്പെടുത്തുന്നതാണ് ക്ഷമയെന്നുള്ളത് ജോസഫിൽ നമ്മൾ കാണുന്നതാണ്. ജോസഫ് ഒരു കാരണം കണ്ടെത്തി കാരണം എന്താ? നിങ്ങളല്ല എന്നെ വിറ്റത്, എൻ്റെ ദൈവം എന്നെ അയച്ചതാണ്. എൻ്റെ ദൈവം എന്നെ അയച്ചതാണ്. നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവം അത് നന്മയുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി. നിങ്ങളെന്നെ വിറ്റതോ, നിങ്ങളെന്നെ പൊട്ടക്കണ്ടെ തള്ളിയിട്ടതൊന്നുമല്ല, എൻ്റെ ദൈവം എന്നെ അയക്കുന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഒരു കാരണം കണ്ടെത്തി അവർ ന്യായീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ പ്രതികരണത്തിൽ ആദ്യത്തെ പ്രതികരണം ഇതാണ്: വേദനിപ്പിച്ചവരെ നീതീകരിച്ച് രക്ഷിക്കുക. അത് ദൈവസ്വഭാവമാണ്. രണ്ടാമത്തെ ഒരു പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക എന്നുള്ളതാണ്. കുരിശിലെ ഈശോയിൽ നമ്മൾ കാണുന്നതെല്ലാം പ്രാർത്ഥനയാണ്, ശാപമൊഴികളല്ല. കുരിശിലെ ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥനയുടെ മൊഴികളാണ്. ഇതാ, സാധാരണ നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ നാളുകൾ ഒരു കല്ലേറ് ദൂരം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു നിമിഷങ്ങളാണ്. ദൈവത്തെ ശപിക്കുന്നു, മറ്റുള്ളവരെ ശപിക്കുന്നു, ജീവിത അനുഭവങ്ങളെ പഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ സാധാരണ നമ്മൾ പുലർത്തിപ്പോരുന്നത്. എന്നാൽ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിലെ സഹനാനുഭവങ്ങൾ ഒരുപടി കൂടി ദൈവത്തോട് അടുക്കേണ്ട നാളുകളാണ്. മരണത്തിൻ്റെ തലേന്ന് ഗത്സമേൻ തോട്ടം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മളൊന്ന് ധ്യാനിച്ചേ. ഒരു കല്ലേറ് ദൂരം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഈശോ പിൻവാങ്ങി പിതാവിനോടടുത്ത് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഓർക്കണേ, മരണത്തിൻ്റെ തലേന്ന് അവനറിയാം നാളെ തൻ്റെ മരണ ദിവസമാണ്. നാളെ തൻ്റെ തോളിൽ ഒരു കുരിശുമരം, ഒരു കുരിശ് ചുമത്തപ്പെടും. ഈ കുരിശുമായി നടന്നു നീങ്ങി ഗാഗുൽത്തായിലെത്തി ആ കുരിശിൽ കിടന്ന് മരിക്കേണ്ടി വരും. ഇതെല്ലാം ഈശോ കാണുന്നുണ്ട്, ഈശോ അതറിയുന്നുണ്ട്. ഈശോ എന്ത് ചെയ്തു? ആ മരണത്തിൻ്റെ തലേന്ന് ഈശോ ഒരു തോട്ടം തിരഞ്ഞെടുത്ത് പിതാവിൻ്റെ അടുക്കൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളവിടെ കാണുന്നിങ്ങനെയാണ്: വേദനയുടെ തീക്ഷ്ണതയിൽ അവൻ തീവ്രമായി പ്രാർത്ഥിച്ചു എന്ന്
സുവിശേഷം എഴുതി വയ്ക്കുന്നുണ്ട്. സഹനത്തിൻ്റെ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? തിക്താനുഭവങ്ങളുടെ നാളുകളിൽ വേദനിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടേണ്ടതാണത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, അവനെ ശക്തിപ്പെടുത്തി നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുരിശിലും നമ്മൾ കാണുന്ന ഈശോയുടെ പ്രാർത്ഥനയാണ്. അവനിതാ പിതാവിനെ വിളിക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്. തന്നെ വിളിച്ച മകന് പിതാവ് കരം നീട്ടിക്കൊടുത്തു, ആ കരത്തിൽ അവൻ തലചായിച്ചു. കുരിശിൽ നമ്മൾ കാണുന്നത് ആവലാദികളുടെ ഒരു എണ്ണിപ്പറക്കലുകളല്ല. ആവലാദികളുടെ എണ്ണിപ്പറക്കലുകളൊന്നുമില്ലാതെ സ്തോത്രങ്ങളോടെ സങ്കീർത്തനങ്ങൾ ഉയരുമ്പോൾ, നന്ദിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വേദനിപ്പിച്ചവരെ, വേദന നൽകിയ വ്യക്തികളെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ പ്രതികരിക്കേണ്ടതുണ്ട്. ആ നിമിഷങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ്. ആ വ്യക്തികൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമായി വരേണ്ട വ്യക്തികളാണ്. അതാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. ഈശോ പ്രാർത്ഥിച്ചു. മൂന്നാമതായി നമ്മൾ കാണുന്ന അതിങ്ങനെയാണ്, ഈശോ അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. കുരിശിലെ പ്രതികരണങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രതികരണമാണ് തനിക്ക് വേദന നൽകിയവരെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. സാധാരണ കുരിശിൽ കിടക്കുന്നവർ ശാപവചനങ്ങളാണ് പറയേണ്ടിയിരുന്നത്. കാരണം ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ മരണശിക്ഷ, അപമാനകരമായ ശിക്ഷയാണ് കുരിശിൽ കിടക്കേണ്ടവൻ അനുഭവിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മരിക്കുന്നത് സമാധാനത്തോടെയൊന്നുമല്ല, എല്ലാവരെയും പ്രാഗി, ശപിച്ച്, പഴി പറഞ്ഞാണ്, തെറി പറഞ്ഞാണ്, മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് കുരിശിൽ കിടക്കുന്നവർ മരിക്കുക. അതുകൊണ്ട് തന്നെ ക്രൂശീകരണത്തെപ്പറ്റി എഴുതുന്നവർ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു, കുരിശിൽ കിടക്കുന്നവരുടെ നാവുകൾ പിഴുതെടുത്ത് കളയുമായിരുന്നു. കാരണം താഴെ നിൽക്കുന്നവരുടെ മേൽ ശാപവാക്കുകൾ ചൊരിയുന്നത് കൊണ്ട്, അത് കേട്ട് മടുത്തത് കൊണ്ട് അവരുടെ നാവുകൾ പിഴുതെടുത്ത് കളയുമായിരുന്നു എന്നൊക്കെ റോമൻ ചരിത്രകാരന്മാർ കുരിശമരണത്തെപ്പറ്റി ചിത്രീകരിക്കുമ്പോൾ എഴുതി വയ്ക്കാറുണ്ട്. അവരുടെ നാവുകൾ പിഴുതെടുത്ത് കളയുമായിരുന്നു. പ്രിയപ്പെട്ടവരെന്നാൽ നമ്മൾ ഗാഗുൽത്തായുടെ ആ വിരിമാറിൽ നാട്ടപ്പെട്ട നടുവിലെ കുരിശിൽ ആ കിടക്കുന്ന വ്യക്തിയിൽ ലോകം കണ്ടത് മറ്റൊരാളെയാണ്. അവൻ ആരെയും ശപിച്ചില്ല, അവൻ ആക്രോശങ്ങൾ ഉയർത്തിയില്ല, തന്നെ അധിക്ഷേപിക്കുന്നവനെ പരിഹസിക്കുന്നവൻ അതേ നാണയത്തിൽ അവൻ തിരിച്ചടിക്കുന്നില്ല. ഈശോ എന്ത് ചെയ്തു? കുരിശിൽ കിടക്കുന്ന ഈശോ അവരെ അനുഗ്രഹിച്ചു. ഈശോ അവരെ അനുഗ്രഹിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ നമുക്ക് വേദന നൽകിയ ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ജീവിതത്തിൽ ഒത്തിരിയേറെ അപമാനകരമായ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ വേദന നൽകിയവരെയും ഈ അനുഭവങ്ങൾ നൽകിയവരെയും ഈ ജീവിത സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു നമ്മളെ പീഡിപ്പിക്കുന്നവരെ, നമുക്ക് വേദന നൽകുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയോളം സ്വർഗം തുറക്കപ്പെടുന്ന, അനുഗ്രഹം പ്രാപിക്കുന്ന, അഭിഷേകം പ്രാപിക്കുന്ന മറ്റൊരു നിമിഷമില്ല ദൈവമക്കളുടെ ജീവിതത്തിൽ. അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് മുഖേനയുള്ള, ദൈവാത്മാവ് വസിക്കുന്നവരാരും, ദൈവത്തിൻ്റെ പുത്രന്മാരായവരാരും ആരെയും ശപിക്കില്ല. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയില്ല. ഒരുവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ആരെയും ശപിക്കാൻ പറ്റില്ല, അനുഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ. അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അഭിഷേകം പ്രാപിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സംഭവം. പ്രാർത്ഥിക്കാനായി എൻ്റെ അടുക്കൽ വന്നൊരു സഹോദരിയുടെ അനുഭവമാണ്. ഈ സഹോദരി ഒരു ക്യാൻസർ രോഗിയാണ്. റേഡിയേഷനും കീമോയൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവർ പറഞ്ഞു അവരുടെ രോഗവിവരത്തെക്കുറിച്ച്. ശരീരത്തെ തകർക്കുന്നൊരു രോഗം, മാരകമായൊരു രോഗം. ഡോക്ടർമാർ അധികം നാളത്തെ ആയുസ്സൊന്നും ഇവർക്കായി വിധിച്ചിട്ടില്ല. അവരെന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ശരീരത്തെ തകർക്കുന്ന രോഗത്തെക്കാളും എന്നെ ആകുലപ്പെടുത്തുന്നതും എന്നെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എൻ്റെ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങൾ എനിക്കായി കോറിയിട്ട ചില സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അവർ പറഞ്ഞു, അച്ഛാ, ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവരെന്നെ കുറ്റാരോപിതയാക്കി, തെറ്റിദ്ധരിപ്പിച്ചു, സമൂഹമധ്യേ അപമാനിതയാക്കി. ഒരിക്കലും ആ തെറ്റ് ചെയ്ത വ്യക്തിയല്ല ഞാൻ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്
എന്നെ കുറ്റാരോപിതരാക്കിയ അനേകരുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കൊട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഈ രോഗത്തെക്കാളും എന്നെ വിഷമിപ്പിക്കുന്നത് എൻ്റെ മനസ്സിൽ ഈ ദുഃഖം തരുന്ന, ഈ വേദന തന്ന ഈ വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഇങ്ങനെ ഈ സഹോദരി പറഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ പറയുമ്പോൾ, കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, തീർച്ചയായിട്ടും ജീവിതത്തിൽ സഹോദരി ഏറ്റെടുത്ത വേദനകൾ വളരെ വലുതാണ്, ജീവിതത്തിൽ സഹോദരി കടന്നു പോകേണ്ടി വന്ന ദുഃഖങ്ങൾ വളരെ വലുതാണ്. എങ്കിലും നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇതാണല്ലോ, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയൊന്ന് ചെയ്തുകൂടെ? പ്രിയപ്പെട്ടവർ, ആ സഹോദരനോട് പറഞ്ഞു, അച്ഛൻ, ഞാൻ വേദനിപ്പിച്ചവരെ ഓർക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴും സാധിച്ചില്ലെങ്കിൽ ഞാൻ ചോദിച്ചു അറിയാനുള്ള ആകാംക്ഷയോടെ, എന്താണ് സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛാ, കർത്താവേ, അവരെ മാനസാന്തരപ്പെടുത്തണമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവരറിയണം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, അതുകൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു സഹോദരി ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു വചനം ഓടിയെത്തി. ആ വചനം ഇതാണ്, 1 പത്രോസ് 3:9. ആ വചനമാണ് മനസ്സിലേക്ക് വന്നത്. നമ്മളവിടെ കാണുന്നത് എങ്ങനെയാണ്? പത്രോസ് എഴുതി വയ്ക്കുന്നു, തിന്മയ്ക്ക് പകരം, പത്രോസ്ലീഹായുടെ വചനമാണത്. പത്രോസ്ലീഹ എഴുതി വെച്ചു, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ ചെയ്യാതെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. ഈ വചനം കിട്ടിയ പ്രേരണയിൽ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈശോ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? മാനസാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. കാരണം വചനത്തിലൂടെ അവിടെ നമ്മളോട് അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദനം ചെയ്യരുത്, മറിച്ച് അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കൂ എന്നല്ലേ വചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ മാനസാന്തരപ്പെടുത്തണമേ എന്ന വാക്കിന് പകരം അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നൽകിയ ഉപദേശമനുസരിച്ച സഹോദരി അന്ന് മുതൽ തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വേദനിപ്പിച്ച എല്ലാവരുടെയും മുഖങ്ങൾ മനസ്സിലേക്ക് തെളിയുമ്പോൾ, അവരുടെ പേരുകൾ ഓർമ്മയിലേക്ക് ഓടിയെത്തുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ, ഇവരെ അനുഗ്രഹിക്കണമേ. ആദ്യമൊന്നും അത് സാധിച്ചില്ല, പക്ഷേ അവർ ബോധപൂർവം ശ്രമമെടുത്ത് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, കൃത്യം 1 മാസത്തിനുള്ളിൽ ഞാനായിരുന്ന ധ്യാന കേന്ദ്രത്തിൽ ആ സഹോദരി വന്ന് സാക്ഷ്യപ്പെടുത്തിയ, ആ സഹോദരി വന്ന് പങ്കുവച്ച വലിയൊരു സാക്ഷ്യം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ, പ്രിയപ്പെട്ടവർ, അന്നോളം എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ വേദനയും കയ്പും മനസ്സിൽ നിന്ന് സാവധാനം മാറാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ നിന്ന് മഞ്ഞുരുകുന്നത് പോലെ അവരോടുണ്ടായിരുന്ന വിദ്വേഷവും വെറുപ്പും മാറാൻ തുടങ്ങി. ഒരിക്കലും ഞാൻ അനുഭവിക്കാത്തൊരു സന്തോഷവും ആശ്വാസവും എൻ്റെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. ഇന്നോളം ഞാൻ അനുഭവിക്കാത്തൊരു ആനന്ദം എന്നെ തഴുകി. എൻ്റെ മനസ്സിൽ ഒന്ന് നിറഞ്ഞു. അവർ പറഞ്ഞു, എൻ്റെ മനസ്സിലെ നിരാശയും കയ്പുമെല്ലാം തീർന്നു. അങ്ങനെ മനസ്സ് സ്വതന്ത്രമായി ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടു. രണ്ടാമത് അവർ പങ്കുവച്ച സാക്ഷ്യം ഇങ്ങനെയായിരുന്നു, അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. അവർ പറഞ്ഞു, ഈ പ്രാർത്ഥന ആരംഭിച്ച് കൃത്യം 1 മാസം എത്തിയപ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. എൻ്റെ ജീവനെ കാർന്നു നിന്നുകൊണ്ടിരുന്ന ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നും ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. സൗഖ്യപ്പെടാനുള്ള ഒരു വഴി ഇതാണ്. വേദന നൽകിയവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്തോളം നമ്മൾ അഭിഷേകം പ്രാപിക്കുന്ന മറ്റൊരു നിമിഷമില്ല. ജീവിതത്തിൽ കർത്താവ് തൻ്റെ കുരിശിൽ കടന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന 3 പ്രതികരണ ശൈലികൾ എങ്ങനെയാണ്? 1, നീതീകരിച്ച് രക്ഷിക്കുക. 1, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 3-മതായി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നേടിയെടുക്കുക. നമുക്ക് ഈ പ്രതികരണ ശൈലി ജീവിതത്തിൽ പുലർത്താം. വേദനിപ്പിച്ചവരെയും വേദന നൽകിയവരെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വന്ന എല്ലാ സഹനാനുഭവങ്ങളെയും
ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരെ നീതീകരിക്കുന്നു, അവരെ ന്യായീകരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുടെ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുറിവുകളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേദന നൽകിയവരെ, വേദന നൽകിക്കൊണ്ടിരിക്കുന്നവരെ, ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വേദനകൾ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആരെയും ശപിക്കുന്നില്ല. ജീവിതത്തിലെ വിപരീത സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇനി ദുഃഖിക്കുന്നില്ല, പഴിക്കുന്നില്ല. അവരെല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ പുണ്യതമ്പുരാനെ. വാബാ പിതാവേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിയേക ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും